ബിനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക മേഖലകളിലൊന്നായ മ്യൂസിയം ക്വാർട്ടിയറിലെ കാഴ്ചകളാണ്. നമ്മൾ ഓപ്പറ ഹൗസും എല്ലാം കണ്ട് ഫാഷൻ ഷോപ്പുകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളത് പിന്നെ അടുത്ത കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ വിയന്നയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മൾ കസിൻ്റെ കൂടെയാണ് ഇതെല്ലാം കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ മ്യൂസിയങ്ങളുടെ ഒരു നീണ്ട നിരയാണ് വിയന്നയിലുണ്ട്. അവിടെയാണ് നമ്മളിനി അടുത്ത കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഓസ്ട്രിയയിലെ വിയന്ന നഗരത്തിലെ 7ാമത്തെ ജില്ലയിൽ 22 ഏക്കർ വിസ്തൃതിയിലാണ് മ്യൂസിയം ക്വാർട്ടിയർ വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടെ വിവിധ മ്യൂസിയംസാണ് ഈ ഭാഗത്ത് മുഴുവൻ. അവിടെ മെയിനായിട്ട് നമ്മൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ഡൈനോസർ തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. പിന്നെ ആർട്ട് ഹിസ്റ്ററി മ്യൂസിയംസ് ഉണ്ട്. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് മാത്രമായിട്ടുള്ള മ്യൂസിയം ഉണ്ട്. അങ്ങനെ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു നീണ്ട നിരയാണ്. ഇവിടെ 22 ഏക്കറിൽ ഇത് ഇങ്ങനെ വിസ്താരത്തിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയനെ മ്യൂസിയം ക്വാർട്ടിയർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ അവിടെ മുന്നോട്ട് നടക്കുവാണ്. മ്യൂസിയം ക്വാർട്ടിയറിലേക്ക് കാണാൻ വേണ്ടി മുന്നോട്ട് നടക്കുവാണ്. ഇവിടെയെല്ലാം ഈ യൂറോപ്പിലെ മിക്ക പട്ടണങ്ങളിലും നമുക്ക് ട്രാമുകളും അതുപോലെ തന്നെ സെയിം വഴികളിൽ തന്നെ വണ്ടികളും ഓടുന്നുണ്ട്. അതിനെല്ലാം അവർ കൺട്രോൾ ചെയ്യുന്നത് അവിടെയെല്ലാം ഈ സിഗ്നൽ ലൈറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പം ഈ ട്രാം കണ്ടിന്യൂസ് ഓടുന്നിടത്താണെങ്കിൽ കാണത്തില്ല, ആ പാളത്തിന് മാറിയായിരിക്കും ഓടുന്നത്. ക്രോസ് ചെയ്യേണ്ട സ്ഥലത്ത് വരുമ്പോഴത്തേനും ട്രാം വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ റെഡ് ആയിരിക്കും. അപ്പം അത് പോയി കഴിഞ്ഞിട്ട് അവർക്ക് സിഗ്നൽ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പാരലലായിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഒരുമിച്ച് ഓടിക്കുള്ളൂ. ഇവിടെ നമ്മൾ ഈ ട്രാമിൻ്റെ ലൈൻസ് ഉണ്ട്, സ്റ്റോപ്പുണ്ട്. ആ ട്രാമിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ മ്യൂസിയം ക്വാർട്ടിയർ എന്നുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുവാണ്. മ്യൂസിയം ക്വാർട്ടറിൽ ബെറോക്ക് കെട്ടിടങ്ങളും വാസ്തുശില്പികളായ ലോറിഡ്സ്, മാൻഫ്രെഡ് ഓട്ട്നർ എന്നിവരുടെ ആധുനിക വാസ്തുവിദ്യയും അടങ്ങിയിരിക്കുന്നു. 1998 ഏപ്രിലിൽ മുൻ കോട്ട് സ്റ്റേബിളുകളുടെ നവീകരണം ആരംഭിച്ചു. 3 വർഷത്തിന് ശേഷം മ്യൂസിയം ക്വാർട്ടിയർ 2 ഘട്ടങ്ങളായി 2001 ജൂണിലും സെപ്റ്റംബറിലും തുറന്നു കൊടുത്തു. നിർമ്മാണത്തിൻ്റെ മൊത്തം ചെലവ് ഏകദേശം 150 ദശലക്ഷം യൂറോ, 2 ബില്യൺ ഓസ്ട്രിയ ഷില്ലിംഗ് ആയിരുന്നു. നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ ഒരു സൈഡിൽ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, ഇടതുവശത്ത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, വലതുവശത്ത് ആർട്ട് ഹിസ്റ്ററി മ്യൂസിയം, അങ്ങനെ ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ലിയോപോൾഡ് മ്യൂസിയം, മൂമോക്ക്, മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് ഫൗണ്ടേഷൻ വിയന്ന തുടങ്ങിയ വലിയ ആർട്ട് മ്യൂസിയങ്ങൾ മുതൽ കുൻസ്താലെ വീൻ പോലുള്ള സമകാലിക എക്സിബിഷൻ സ്ഥലങ്ങൾ, മ്യൂസിയം ക്വാർട്ടിയർ വിയൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാർഷിക വേനൽക്കാല ഇവൻ്റായ വീനർ ഫെസ്റ്റോച്ചൻ പോലുള്ള ഉത്സവങ്ങൾ വരെ ഇവിടെ നിരവധി ഇൻസ്റ്റലേഷനുകളുണ്ട്. നമ്മളിപ്പം ഇവിടെ ഒരു പാർക്കിൻ്റെ നടുക്കായിട്ട് ഒരു മരിയ തെരേസ എന്ന് പറഞ്ഞ രാജ്ഞിയുടെ ഒരു പ്രതിമയും അതിൻ്റെ കൂടെ അവരുടെ കുറേ കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ നേരെ കാണുന്നതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് മരിയ തെരേസ എന്ന് പറഞ്ഞ രാജ്ഞിയുടെ പ്രതിമ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് സൂര്യപ്രകാശം പുറകിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാജ്ഞിയുടെ ഫേസ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇതിൻ്റെ മുകളിലാണ് മരിയ തെരേസ രാജ്ഞിയുടെ പ്രതിമ ഇരിക്കുന്നത്. മരിയ തെരേസ രാജ്ഞിയുടെ ജീവിതകാലം 1717 തുടങ്ങി 1780 വരെയാണ്. ഹൗസ്ബർഗ് ആധിപത്യത്തിലെ ഏക വനിതാ ഭരണാധികാരിയും ഹൗസ് ഓഫ് ഹൗസ്ബർഗിലെ അവസാനത്തെ ആളുമായിരുന്നു ഈ മരിയ തെരേസ രാജ്ഞി. ഇതാ കാണുന്ന മുകളിലത്തെയാണ് മരിയ തെരേസ രാജ്ഞി. ഓസ്ട്രിയ, ഹംഗറി,
ക്രൊയേഷ്യ, ബൊഹേമിയ, ട്രാൻസിൽവാനിയ, മാൻഡ്രുവ, മിലാൻ, ലോഡോമെരിയ, ഗലീഷ്യ, ഓസ്ട്രിയൻ നെതർലാൻഡ്സ്, പാർമ എന്നിവയുടെ ഭരണാധികാരിയായിരുന്നു. മരിയ തെരേസ ഹൗസ് ഓഫ് ഹാബ്സ്ബർഗിലെ അംഗമായിരുന്നു. 1740 മുതൽ 1780 മരിക്കുന്നതുവരെ അവർ ഹാബ്സ്ബർഗിൻ്റെ അവിടുത്തെ രാജ്യം ഭരിച്ചു. അപ്പോൾ ഏതാണ്ട് 40 വർഷത്തോളം ഇവിടുത്തെ ഹാബ്സ്ബർഗ് ഭരിച്ചയാളാണ് ഈ മരിയ തെരേസ രാജ്ഞി എന്ന് പറയുന്നത്. വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിനുള്ളിലെ ഹാബ്സ്ബർഗ് രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു. പരിഷ്കാരങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും അടയാളപ്പെടുത്തിയ ഓസ്ട്രിയൻ യൂറോപ്യൻ ചരിത്രത്തിൽ അവരുടെ ഭരണം വളരെ ശ്രദ്ധേയമായിരുന്നു. അന്താരാഷ്ട്ര അത്യാധുനിക നൃത്ത കേന്ദ്രമായ ട്രാൻസ് ക്വാർട്ടിയർ, ആർക്കിടെക്ചർ സെൻട്രം വീൻ, നവമാധ്യമങ്ങൾക്കായുള്ള പ്രൊഡക്ഷൻ സ്റ്റുഡിയോകൾ, കലാകാരന്മാർക്കായി ആർട്ടിസ്റ്റ് സ്റ്റുഡിയോകൾ, കുട്ടികൾക്കായി രൂപത്തിൽ നെയ്ത കലാ സാംസ്കാരിക സൗകര്യങ്ങൾ, വിയന്നയിലെ ഫിലിം ഫെസ്റ്റിവൽ, ഇമ്പൾസ് ട്രാൻസ് വിയന്ന ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ, കോഡഡ് കൾച്ചറുകൾ തുടങ്ങിയ വിവിധ ഇവൻറ്റുകളും ഫെസ്റ്റിവലുകളും മറ്റ് പ്രധാന ആകർഷണങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവിടുത്തെ ടെക്നോ സെൻസിറ്റീവ് തുടങ്ങി മറ്റു പലതും. 2002 മുതൽ ആർട്ടിസ്റ്റ് ഇൻ റെസിഡൻസ് പ്രോഗ്രാം 735-ലധികം കലാകാരന്മാരെ മ്യൂസിയം ക്വാർട്ടറിയറിലേക്ക് കൊണ്ടുവന്നു. അവർ സ്റ്റുഡിയോ ഇടങ്ങളിൽ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്നു. ഫെഡറൽ മിനിസ്ട്രി ഫോർ യൂറോപ്പ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഫോറിൻ അഫയേഴ്സ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആർട്സ് ആൻഡ് ടെക്നോളജി എന്നിവയുമായി ചേർന്നാണ് റെസിഡൻസി പ്രോഗ്രാം നടത്തുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഈ മ്യൂസിയംസൊക്കെ കാണണമെങ്കിൽ പ്രവേശന ഫീസുണ്ട്. ഒരു മ്യൂസിയത്തിൽ എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് 15 യൂറോ ആകും, ഏതാണ്ട് 1500 രൂപ. അതുപോലെ തന്നെ ഓരോ മ്യൂസിയത്തിലും ഇതാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. എന്നാൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഇവിടുത്തെ എല്ലാ മ്യൂസിയങ്ങളിലും കയറുന്നതിന് വെറും 15 യൂറോ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 1500 കൊടുത്താൽ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഇവിടെയുള്ള എല്ലാ മ്യൂസിയങ്ങളിലൂടെ നമുക്ക് കയറി കാണാൻ പറ്റും. അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഇതൊരു സൈഡിലുള്ള ഒരു മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. നമ്മൾ മ്യൂസിയത്തിലൊന്നും കയറിയില്ല. മ്യൂസിയത്തിലൊക്കെ കയറി വരുമ്പം തന്നെ നമുക്ക് ഒത്തിരി സമയമെടുക്കും. അതുപോലെ തന്നെ ഓരോ മ്യൂസിയത്തിലും 1500 രൂപ വെച്ച് കൊടുക്കുകയും വേണം. നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുന്ന് നമ്മൾ പിന്നെ പാർലമെൻറ്റ് കണ്ട് അങ്ങനെ അവിടുത്തെ സ്വാതന്ത്ര്യ പരേഡൊക്കെ നടക്കുന്ന സ്ഥലം കണ്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. നമ്മുടെ ഈ ഒരു വീഡിയോ ഏതാണ്ട് ഇവിടെ തീരുവാണ്. അടുത്ത വീഡിയോയിൽ പാർലമെൻറ്റ് മന്ദിരങ്ങളും ബാക്കി പരേഡ് നടക്കുന്ന സ്ഥലങ്ങളും അവിടെയൊക്കെയാണ് കാണുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.